ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോക്ക് പോണതിൻ്റെ മുന്നേ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ ഒക്കെ ഫുള്ള് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടാണ്ട് എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ഇടേണ്ടി കേട്ടോ. പിന്നെ ലൈക്കൊക്കെ ഒന്ന് അടിക്കേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ വൈകുന്നേരമായിട്ടോ, നല്ല വൈകുന്നേരം. അപ്പോൾ ചായക്കടി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഉച്ചയായപ്പോണ്ട് ഉമ്മ മാവ് അടിച്ചിന്, പായൊക്കെ പൊയ്ത്ത് പോകുന്നുണ്ട് പറഞ്ഞാണ്ട് മാവ് അടിച്ചിന് കേട്ടോ, പയം പൊരിക്കാൻ. അപ്പോൾ ചട്ടിയൊക്കെ ഞാൻ വെച്ചിക്കണ്, പായൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിക്കണ്. അപ്പോൾ പയം പൊരി ആട്ടോ നമുക്ക് വൈകുന്നേരം ചായക്കടി. അപ്പോൾ പയം പൊരിക്കാൻ പോവാണ് വൈകുന്നേരം. അപ്പം ഇങ്ങനെ ഒരു മടി. ഉച്ചക്ക് നല്ല ചോറും ഇന്ന് ഇത് കേട്ടോ, മത്തൻ കറിയും മത്തി പൊരിച്ചതും നല്ല ടേസ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൗണ്ട് ഉണ്ടാക്കല്ലേ? അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ചോറൊക്കെ തിന്ന് പിന്നെ അവിടെ അങ്ങനെ കടന്നൊക്കെ പിന്നെ ഇപ്പോഴാണ് നീച്ച് വരുന്നത്. നീച്ച് കുറേ സമയമായിട്ട് വൈകുന്നേരം 5:30 കഴിഞ്ഞ് ഇപ്പോഴാണ് നമ്മൾ ചായക്കുള്ള കടി ഉണ്ടാക്കാൻ പോകുന്നത്. ചായ കുടിക്കുമ്പോഴത്തിന് പരിഭാഗം കൊടുക്കും. അപ്പം പയം പൊരിക്കാൻ പോകട്ടെ നമുക്ക്. അപ്പോൾ അതാ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിക്കണ്, എണ്ണ വെച്ചിന് കേട്ടോ. പിന്നെ പഴത്തിനൊക്കെ അരിഞ്ഞ് വെച്ചിക്കണ്. മാവ് അമ്മ അടിച്ച് വെച്ചിന് കേട്ടോ. അതിലൊക്കെ കയറണ്ട കേട്ടോ, ബുഗു അറിഞ്ഞതേ കേൾക്കൂല. അപ്പോൾ അത് അവിടെ കസാല നീക്കിയിട്ട് കണ്ട് ഓള് കയറാൻ വന്നിക്കണം. ആ എണ്ണ വീണിണ്ടെങ്കിൽ അല്ല, എണ്ണ അവിടെ ചൂടാവുന്നുണ്ട്. എണ്ണ പാർന്നിട്ട് പോയതേനി ഞാൻ, പക്ഷെ എണ്ണ ചൂടായില്ല. ഇമ്മടെ കോളിങ്ങിലാട്ടോ, സൗണ്ട് ഉണ്ടാക്കല്ലേ. അപ്പൊ ഇന്ന് നല്ല വെയിലേനിട്ടോ. ഇന്നലെ ഫുള്ള് മഴയേനി. ഇന്നലെ ഇങ്ങനെ രാവിലെ തൊട്ടിങ്ങ മൂടലും മഴയൊക്കെയാണ്. ഇന്ന് പക്ഷെ നല്ല വെയിലൊക്കെ കേട്ടോ, നല്ല വെയിലും. ഇപ്പൊ വൈകുന്നേരം ഇപ്പൊ നല്ലൊരു ഇതൊക്കെ ഉണ്ട്. വെയിലറച്ചതിനോട് തന്നെ ഇന്നലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴന്റെ മൂടലും ഇതൊക്കെയാണ്. എന്താ എല്ലാവരും വിശേഷമൊക്കെ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് കുഴപ്പമൊന്നുമില്ല, സുഖം. കുഴപ്പമില്ല എന്ന് പറയാനും പറ്റില്ല. ഇന്നലെ ഫുള്ള് പനിയേനിട്ടോ, രാവിലെ മുതൽ പനി തുടങ്ങിയിട്ട് രാത്രി വൈകുന്നേരം ആവോളം പനിയേനിട്ടോ. അപ്പോൾ പിന്നെ മൂത്രപ്പൈപ്പ് ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതാണോന്ന് അറിയൂല, നല്ല പനി ഇതൊക്കെയാണ്. പിന്നെ കുറേ വെള്ളവും ഇതും ഒക്കെ പാടായി കുടിച്ച് തിന്നൊക്കെ ഇതാക്കിയപ്പോൾ റെഡി ആയി തോന്നുന്നു. വൈകുന്നേരം ആയപ്പോഴാണ് പനി വിട്ടത് കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പനിച്ച്. എണ്ണയൊക്കെ നല്ലോണം ചൂടായിന് കേട്ടോ. നമുക്കിത് പൊരിച്ച പഴംപൊരി. ഇതിങ്ങനെ ചെറുതാക്കിയായിട്ടാണ് അരിഞ്ഞത് കണ്ടോ, നടു മുറിച്ചിട്ടായിട്ടാണ് അരിഞ്ഞത്. മാവ് ഉമ്മ അടിച്ച് വെച്ചത് കേട്ടോ, ഉച്ചക്ക് അടിച്ച് വെച്ചാണ്. ഉച്ചക്ക് ചോറ് ഇന്ന് ഉടനെ തന്നെ ഉമ്മ മാവൊക്കെ അടിച്ച് വെച്ചാണ് കേട്ടോ. പിന്നെ എപ്പോഴാണ് ചൂടുന്നത്? വൈകുന്നേരമായിട്ടും ചായ കുടിക്കാനുള്ള സമയമായപ്പോഴാണ് ചൂടുന്നത്. അപ്പം ഇനി ചൂട് കൊടുക്കാൻ നമുക്ക് ചായ കൂട്ടാം. പിന്നെ ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കട്ടെ കേട്ടോ. നമ്മളെ പഴംപൊരി ഒക്കെ ചുട്ടായിട്ട് അത് മാവ് ബാക്കിയുള്ളത് ഞാനിങ്ങനെ ഉണ്ടാക്കിയിട്ടതാട്ടോ. കണ്ടാൽ കാരൊക്കെ പൊരിൻ്റെ പോലെ ഉണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടതാട്ടോ. ഞാൻ പഴം പൊരിച്ചപ്പോത്തിന് ധാരാളം ഇവിടെ ചായ ഉണ്ടാക്കുക. ചായ ഉണ്ടാക്കാന്നില്ല. സ്റ്റീൽ ഗ്ലാസ് ഇതൊക്കെ പഴയ ഞങ്ങളെ പണ്ടത്തെ സ്റ്റീൽ ഗ്ലാസ്സുകളാണ്. പണ്ട് ചായ കുടിച്ചീന് ഈ കുപ്പിന്നൊക്കെ എടുത്ത് പുറത്ത് വെച്ചാണ്ട് ചായ ഉണ്ടാക്കുക. പഴംപൊരിയൊക്കെ കഴിഞ്ഞിട്ടോ, പഴം പൊരിച്ചവിടെ വെച്ചിക്കണം. ഇനി ഉമ്മ ചായ ഉണ്ടാക്കട്ടെ. ഉമ്മനെ ചായക്ക് കാത്തിക്ക. ഉമ്മയുടെ ചായ ആയിട്ട് കുടിക്കരുത് നിൽക്കുകയാണ്. ഇവിടെ ആകുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ഉമ്മ ചായ പറഞ്ഞാൽ ഉമ്മ ചായ ഉണ്ടാക്കി തന്നോളും. പല സുഖമല്ലേ നമുക്കിങ്ങനെ കുടിച്ചാൽ മതിട്ട്. അവിടെ ആകുമ്പോൾ ക്ഷമയൊക്കെ പണിയതൊക്കെ വരുമ്പോൾ നമ്മളോണ്ടല്ല ചായ ഉണ്ടാക്കാൻ പറയാം. ഇവിടെ ആകുമ്പോൾ പിന്നെ നമ്മൾ ഉമ്മാനോട് ചായ ഉണ്ടാക്കാൻ പറയും. ഉമ്മ ചായ ഉണ്ടാക്കി. എന്തല്ലേ എമ്മാരുണ്ടാവുമ്പോഴേ ഇതൊക്കെ നടക്കുള്ളൂ അല്ലേ. ഇമ്മാരുണ്ടാവുമ്പോൾ എന്തോ ഒരു സുഖമല്ലേ അല്ലേ ഉമ്മ? മുണ്ടണില്ല ഉമ്മ. ഞാൻ എപ്പോഴും ചിലപ്പോൾ വിചാരിച്ച് ഇമ്മാരില്ലാഞ്ഞാൽ എങ്ങനെ നമ്മൾ ജീവിക്കാന്ന്. എല്ലാവരും വിചാരിക്കണത് തന്നെ ആയിരിക്കും അത്. അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ
നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാലോ എന്തായാലും നമ്മൾ പറഞ്ഞാൽ അത് മനസ്സിലാവുക നമ്മളമ്മമാർക്കാണല്ലോ. എങ്ങനെ വെച്ചാൽ ഒരു വേദന വന്നാലൊക്കെ ആ വേദന എത്രത്തോളം ഉണ്ട് ഒരാൾക്ക് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നമ്മളെ കെട്ടിയന്മാരോണ്ടായാലും പെരക്കാരോണ്ട് എല്ലാവരോണ്ടും നമുക്ക് സുഖമില്ല പറഞ്ഞവർക്ക് മനസ്സിലാവും. പക്ഷെ അത് എത്രത്തോളം നമ്മൾ സഹിക്കുന്നുണ്ട് എന്നുള്ളത് അത് ഒരാൾക്ക് മനസ്സിലാവില്ലല്ലോ. നമ്മളെ ശരീരത്തിൽ എത്ര കണ്ടൊരു പനി ആയാലും വേറെ എന്തെങ്കിലും ആയാലൊക്കെ അത് പുറത്തേക്ക് കാണിക്കും. പക്ഷെ ഒരു ശരീരത്തിൽ നമുക്കൊരു വേദന വരുമ്പോൾ അത് പുറത്തേക്ക് കാണൂലല്ലോ. അപ്പം അത് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മളമ്മമാർക്ക് മാത്രമായിരിക്കും. ഞാനെപ്പോഴും വിചാരിക്കുമല്ലോ കേട്ടോ, എനിക്ക് എല്ലാ മാസവും ഇങ്ങനെ വേദന വരും. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും ആ വേദനൻ്റെ ഇത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളമ്മ ഈ ലോകത്ത് തന്നെ അത് മനസ്സിലാവണ ഒരേ ഒരാളെ ഉണ്ടാവുള്ളൂ, അത് നമ്മളമ്മമാരായിരിക്കും എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കലുണ്ട്. നമ്മൾ പുറത്തൊക്കെ പോയി നിൽക്കുമ്പോഴാണ് അധികം നമുക്ക് മനസ്സിലാവുക. നമ്മൾ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കും ഉമ്മാരൊക്കെ എല്ലാം ഞാൻ എങ്ങനെ നമ്മൾ ജീവിക്കാന്ന്. എനിക്ക് സുഖമില്ല കേട്ടോ, ഇങ്ങനെ എന്താ പറയുക കഫക്കെട്ടുണ്ട്, നല്ല കഫക്കെട്ട. എന്നിട്ട് കുരക്കുമ്പോൾ ഇങ്ങനെ നെഞ്ഞിൽ കഫം കെട്ടിയിട്ട് എന്തൊക്കെയോ ഒരു ഇടങ്ങേറ്. ഇപ്പം ചായ വെട്ടഞ്ഞ് ചായ ആയിട്ട് വേണം നമുക്ക് ചായ കുടിക്കാൻ. വൈകുന്നേരം ചെറിയൊരു വീഡിയോ കേട്ടോ, ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഒരു വീഡിയോ എടുത്തതാട്ടോ. അടുന്നാകുമ്പോൾ അങ്ങനെ വീഡിയോ എടുക്കൂല, എന്തെങ്കിലും ഇതിൽ അങ്ങനെ പോകും, തീരെ അങ്ങനെ എടുക്കുകയൊന്നുമില്ല. ഇവിടെ ആകുമ്പോൾ പിന്നെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കും. ആരും ഇല്ലാണല്ലോ, നമ്മളല്ലേ ഉള്ളൂ. പിന്നെ മാമനൊന്നും വരും കേട്ടോ, വൈകുന്നേരം വരും. പിന്നെ രാവിലെ ആയോ പണിക്കും, ഓൻ വൈകുന്നേരം വരെ ഓന് പണി ഉണ്ടാവും. അപ്പോൾ വൈകുന്നേരം ആയിട്ടേ ഓൻ വരുള്ളൂ, മരിബായിട്ടോ വരിക. അപ്പോൾ ഒന്ന് വൈകുന്നേരം വരും. പോയുള്ളതിനോട് നമുക്കൊരു ആട്ടും അനക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ലേലൊരു ഇതുണ്ടാവില്ല, നമ്മൾ മൂന്നാൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഐസമ്മ ഇങ്ങനെ ഓനെങ്ങനെ കാത്തുക്കും. ഇന്നലെ ഉണ്ട് ഓൻ്റെ വണ്ടീൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഇമ്മ ഓന് വന്നിക്കണ് പാഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏത് ഓനെന്ന് ചോദിച്ചാൽ അപ്പോൾ എന്നോട് അറിയാം കലിയിൽ വന്നിക്കണ്. എൻ്റെ അമ്മോനാട്ടോ, അതിനെയാണ് പോളും ഓനെ അറിയുന്നത്. നമ്മളൊക്കെ പേരാട്ടോ പറയല്, അമ്മമാരെ പേരാണ് പറയല്, ഇജ് എന്നൊക്കെ അങ്ങനെയൊക്കെ പറയല്. നമ്മൾ ചെറുപ്പത്തിലേ അങ്ങനെ പറഞ്ഞ് ശീലമായിപ്പോയി. അപ്പോൾ ഓളുണ്ട് അങ്ങനെ പറയുന്നത്. ചായ ആയമ്മ? എനിക്ക് വൈകുന്നേരമൊക്കെ ചിലപ്പോൾ ചായക്ക് ഇങ്ങനെ പൂതിയാകുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു ഉമ്മാൻ്റെ അടുത്താണെങ്കിൽ ഇപ്പം ഉമ്മ ചായ എന്ന് പറഞ്ഞാൽ ഇപ്പം ചായ കിട്ടീന്. അവിടെ ആകുമ്പോൾ നമ്മളിങ്ങനെ നമുക്ക് ചായ വേണമെങ്കിൽ എന്താല്ലേ. കല്യാണം കഴിയണം, എൻ്റെ കല്യാണം നേരത്തെ ഒന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. പൊണ്ണിപ്പോളെ കെട്ടിച്ചണ്ട അപ്പോളെ കെട്ടിച്ചണ്ടെന്ന് പറഞ്ഞ് എനിക്കും അങ്ങനെ വേഗം കല്യാണം കഴിക്കണമെന്നൊന്നും ഇമ്മാനെ കാണണ്ട ബാക്കിൽ എനിക്കും ഇല്ലേനി കേട്ടോ. പിന്നെ ഇമ്മാക്കും തന്നെ ഫസ്റ്റത്തെ പെൺകുട്ടികളെന്ന് പറയുമ്പോഴേ ഓല വേഗം കല്യാണം കഴിച്ചു. ഫസ്റ്റ് ഒരു മൂത്തത് പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഓല പെട്ടെന്ന് കല്യാണം കഴിച്ചു. പൊണ്ണൂനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഓള് കല്യാണം വേണ്ടാന്ന് പറഞ്ഞ് നിലവിളിച്ചിട്ട് അന്നൊക്കെ അങ്ങനെയാണ്, പെട്ടെന്ന് കല്യാണം കഴിച്ചണം. കല്യാണം എന്തോ സംഭവം, കല്യാണം കഴിഞ്ഞാലേ ഒക്കെ ഉള്ളൂ എന്നുള്ളൊരു ഇതേനി അന്ന്. പിന്നെയൊക്കെ എൻ്റെ അമ്മയൊക്കെ ന്യൂജനായി. പിന്നെ എൻ്റെ ഒരു കല്യാണം +2 ഒക്കെ ആയപ്പോൾ ഉമ്മ പിന്നെ ഇപ്പോൾ കെട്ടിച്ചണ്ട ആയില്ല. അങ്ങനെ ഉമ്മ തന്നെ അങ്ങനെ പറഞ്ഞു. ഓളതെന്ന് പറഞ്ഞാൽ കെട്ടിച്ചണോന്ന് പറഞ്ഞു ഓളെ വേഗം കെട്ടിച്ചണം കേട്ടോ. വേഗം പറഞ്ഞാൽ +2 ഓളെ കല്യാണം കഴിഞ്ഞത് കേട്ടോ. എൻ്റേത് +2 കഴിഞ്ഞ് പിന്നെയും 3 വർഷം കഴിഞ്ഞാരെയാണ് എൻ്റെ കല്യാണം. അപ്പോൾ പിന്നെയാണ് എൻ്റെ കല്യാണം. അപ്പോത്തിന് ഇവൽക്കൊക്കെ കുറച്ചൊരു ഇതായി, ഇപ്പം കല്യാണം അല്ല വലുത് എന്നൊക്കെ തോന്നിയേക്കൂ അല്ല അമ്മ? അപ്പോൾ ഓളെ കല്യാണം കഴിച്ചതിനോട് അമ്മക്കൊരു ഇത്. അപ്പം അതാ പറയണത്, മൂത്തോര് പെൺകുട്ടികളാകുമ്പോൾ ഓല വേഗം കെട്ടിച്ചു. അപ്പോൾ ഓല കെട്ടിച്ചാൽ വിവരമൊക്കെ ഒന്ന് അറിയുമ്പോൾ പിന്നെ താഴെല്ലോർക്ക് സുഖമാവും. പിന്നെ ഓള് പറയും ഞാനാണ് ഇവളെ കെട്ടിച്ചത്, ഇവളെപ്പോഴൊന്നും കെട്ടിച്ചേണ്ട അറിയോളൂ. അങ്ങനെ ഓളും പറഞ്ഞ് വാശിയും പിടിച്ചു. പിന്നെ ഞാനും ഇപ്പോൾ കല്യാണം വേണ്ടാന്ന് പറഞ്ഞതിനോട് തന്നെ എൻ്റെ കല്യാണം കുറച്ച് വൈകിക്കാണ്ടേനെ കേട്ടോ. കല്യാണം വൈകി പറഞ്ഞാൽ കല്യാണം ഉണ്ടാക്കാൻ ഒരുങ്ങിയപ്പോത്തിനും കല്യാണം റെഡിയായും ചെയ്ത്. ഷെമി കാണാൻ വന്ന് അന്ന് അപ്പം തന്നെ ഒക്കെ റെഡിയായി. ഒറ്റ മാസം കൊണ്ട് കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണം ഒറ്റ മാസം കൊണ്ട് ചേട്ടാ പോട്ടെ ഒക്കെ ആയി. എനിക്ക് ഒരു ദിവസം
എൻ്റെ ഫ്രണ്ട് ഓളാട്ടോ കല്യാണം ഉണ്ടാക്കിയത്. ഫ്രണ്ട് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയാം, നമ്മൾ ഒരേ ക്ലാസ്സൊക്കെ ഇനി, പക്ഷെ അത്ര ബെസ്റ്റ് അങ്ങനെ ഒന്നും ഇല്ലേനി. പക്ഷെ നമ്മൾ ഒരേ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് എല്ലാം അറിയൊക്കെ ചെയ്യേനി. അപ്പോൾ ഓളാണ് എൻ്റെ കല്യാണം ഉണ്ടാക്കിയത്. അതായത് ഓളെ കെട്ടിച്ചത് അങ്ങോട്ട് ഇനി. അപ്പോൾ ഓളെ കെട്ടിയോരെ ചങ്ങായിനോടാണ് ഇന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ ഓളൊരു ദിവസം ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താ ഞാൻ ലാബിൻ്റെ ഇതാണല്ലോ പഠിച്ചിരുന്നത്, അപ്പോൾ ഇവിടെ വേക്കൻസി ഉണ്ട് കയറണമെന്ന് വെച്ചാണ് മെസ്സേജ് അയച്ചതാണ്. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ കയറിയില്ല. അന്നൊക്കെ നൈറ്റ് പോകുമ്പോൾ ഒരു ഗതികേടല്ലേ, അപ്പോൾ ഞാൻ കയറിയില്ല. ഓള് പറഞ്ഞ് നൈറ്റാണ് പറഞ്ഞു. പിന്നെ ഓള് വീണ്ടും മെസ്സേജ് അയച്ചത് ഇതിനേനി കല്യാണ കാര്യം. ആ കല്യാണം അതന്നെ ഉണ്ടായും ചെയ്തിട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാതെ എല്ലാവരും പറഞ്ഞിനി ഞാൻ പ്രേമിച്ചതാണ്, ഓള് കണ്ടച്ചതാണ് എന്നൊക്കെ പറഞ്ഞിനി. പക്ഷേ പ്രേമിച്ചതൊന്നും അല്ലേനി. കല്യാണം കഴിഞ്ഞാരെയാണ് പ്രേമിച്ചത്. കഴിഞ്ഞാരല്ല കേട്ടോ, കല്യാണത്തിന് മുന്നേ പിന്നെ നിശ്ചയം കഴിഞ്ഞ് വീട് ഇതൊക്കെ ഉണ്ടായിനി. പക്ഷേ കല്യാണത്തിന് മുന്നേ അങ്ങനെ നമ്മൾ പ്രേമിച്ച് നടന്നിട്ടൊന്നുമില്ല. എല്ലാവരും പറയാനുള്ള എന്താ ഇനി അറിയോ, കല്യാണം വേണ്ടാന്ന് പറഞ്ഞത് ഓനെ പ്രേമിച്ചതിനോട് എന്നൊക്കെ ഇനി പറയല്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ. അങ്ങനെ കല്യാണം കഴിഞ്ഞ് കുട്ടിയായി ഇപ്പം ഇങ്ങനെ പോകുന്നു. കല്യാണം കഴിഞ്ഞ് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. അവിടെ ആരോ അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, അത് നോക്കട്ടെ. ഞാൻ ഉമ്മാൻ്റെ ചായ ആയപ്പോത്തും ഞാൻ കുറേ കഥ പറഞ്ഞു. ചായ ഇപ്പോൾ കിട്ടുമോ, ചായ ആയാലോ. ഞാൻ കഥ പറഞ്ഞു കുഴങ്ങിക്കണേ. കേൾക്കണ വെൽക്ക് ബോറടിച്ചൂലേ. അപ്പം എൻ്റെ മകളവിടെ വേള് കേട്ടണേനുള്ള സൗണ്ടാട്ടാ കേൾക്കണത്. മകള് വെള്ളത്തിൽ കളിച്ചാണ്, ഞാൻ കാണിച്ചു തരാം. ക്ലാസ്സൊക്കെ ഇമ്മേ നിലത്ത് കിട്ടക്ക പഠിച്ചോന് അത് വളക്കൂട്ടോ. അതൊക്കെയാണ് ഓളെ പരിപാടികൾ, കണ്ടില്ലേ. ആ വളക്കി പോയോട്ടെ, വീണോട്ടെ. ചായ റെഡി. പാൽ ചായ ഉണ്ടാക്കിയേ, പാൽപ്പൊടി ചായ കേട്ടോ. ഇപ്പൊ ചായ ഒക്കെ ഉണ്ടാക്കിന്. ഇപ്പൊ നമുക്ക് ചായ കുടിക്കാം. ചായ ഒക്കെ റെഡിയായി, നമ്മള് ചായ കുടിക്കാൻ പോവാട്ടോ. ഞാൻ ഇരുന്നോ. അപ്പൊ ചായ കുടിക്കാൻ പോവാട്ടോ. അപ്പൊ നല്ല വൈകുന്നേരം പറഞ്ഞാൽ ബാങ്ക് കൊടുക്കാനൊക്കെ സമയമായിട്ടോ. അപ്പൊ അമ്മ ആകെ ലൈറ്റൊക്കെ ഇട്ടത്. ബാങ്ക് കൊടുക്കണതിന് മുന്നേ തന്നെ അമ്മ ആകെ ലൈറ്റൊക്കെ ഇടും കേട്ടോ. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടു. അപ്പം നമ്മൾ സിറ്റോട്ട് ഉത്തർന്നാട് ചായ കുടിക്കാൻ പോവാട്ടോ. അമ്മ അവിടെ കുടിക്കുന്നുണ്ട്. അപ്പം ഞാനും കൂടി കുടിക്കട്ടെ കേട്ടോ. നല്ല അടിപൊളി പഴംപൊരിയും ചായയും. പഴംപൊരി നല്ല ടേസ്റ്റ് കിട്ടും. ചായ എൻ്റെത് പൈസമോളും ഞാനും ഉമ്മയും ചായ കുടിക്കട്ടെ. അപ്പം ചായ കുടിച്ചിട്ട് കാണാം അല്ലേ. ഐസമോളേട്ടോ പറയണത്, ഞാനങ്ങനെ ഒന്നും പറയില്ല. അങ്ങനെ നമ്മൾ ചായ കുടി കഴിഞ്ഞപ്പോത്തിനും മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ ഒക്കെ നിർത്തിപ്പോയി. ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ വീഡിയോ ഒക്കെ നിർത്തിപ്പോയി. പിന്നെ നിസ്കാരം ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ എപ്പോഴാട്ടോ വീഡിയോ എടുക്കുക. അപ്പോൾ ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ, ബൈ ബൈ.